ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒലയുടെ S1 Pro ആണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ എടുക്കാനാണ് ഈ വീഡിയോ നയിക്കുന്നത്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒല S1 Pro ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗായ്സ്, 2023 ഒല S1 Pro എന്ന് പറഞ്ഞ മോഡലാണ്, വേരിയൻ്റാണ് ഇത് വരുന്നത്. സോ ആ ടൈമിൽ ടോപ്പ് വേരിയൻ്റാണ്. സോ ഇപ്പോൾ ഇതിനേക്കാളും ചെറിയൊരു ബേസ് വേരിയൻറ്റും കിട്ടും. ഒല S1 കിട്ടും, S1 Air കിട്ടും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ജെൻ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിലിരിക്കുന്നത് 2023 എഡിഷൻ വണ്ടിയാണ്. സോ ഇത് പ്യൂർലി ഇലക്ട്രിക് വണ്ടിയാണല്ലോ, വേറെ ഒന്നുമല്ല, ഇലക്ട്രിക്കാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കുറച്ച് നെഗറ്റീവുകളും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഇതെൻ്റെ റെഡ് എഡീഷനാണ്. സോ ഒലയുടെ കുറേ കളേഴ്സ് അവൈലബിൾ കിട്ടും നമുക്ക്. സോ അതിൽ എനിക്ക് കുറച്ച് ഐ ക്യാച്ചിങ് ആയി തോന്നിയ കളർ ഈ റെഡാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം, എവിടെ നിന്നാലും അതിൻ്റെ ഒരു ഐ ക്യാച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടും. ആൾക്കാരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, ശ്രദ്ധിക്കും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. സോ അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ഗൈസ്, ഒലയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റർ തന്നെയാണ്. സോ നമ്മുടെ മൊബൈൽ ഫോൺ പോലെ തന്നെ ലോക്ക് ചെയ്ത് വെച്ച് പോകാം. ആ ഒരു സെറ്റിങ്സ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഫുൾ ടച്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, TFT ടച്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ ഇതാണ് അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഹോൺ, ഇൻഡിക്കേറ്റർ, ക്രൂസിങ് കൺട്രോള്, പിന്നെ നമ്മുടെ മോഡ് ചേഞ്ചിങ്, ലൈറ്റ് ഐറ്റംസൊക്കെ എല്ലാം വരുന്നത് ഈ സ്വിച്ചുകളാണ്. അതിൽ വെച്ച് വലിയ കഥയൊന്നും പറയാനില്ല. നോർമലി നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കഥകൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ മീറ്റർ അത്യാവശ്യം വലിപ്പമുള്ള മീറ്റർ തന്നെയാണ്. കാരണം ഈ വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു പോസ്റ്ററാണെങ്കിൽ തന്നെ മീറ്ററാണ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. സോ ഇതാണ് അതിൻ്റെ മീറ്റർ സെറ്റപ്പ് വരുന്നത്. സോ മീറ്റർ സെറ്റപ്പ് വെച്ച് പാർക്കിംഗ് മോഡലാണ്. നമ്മൾ വണ്ടി ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ബ്രേക്കും ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിലാണ് വണ്ടി സ്റ്റാർട്ടിംഗ് മോഡാവുക. സോ ഇപ്പോൾ വണ്ടി റണ്ണിങ് മോഡലാണ്. സോ ബേസിക്കലി ഈ ഒലയുടെ ഈ മോഡൽസിന് കുറച്ച് അഡ്വാൻറ്റേജ് ഇതിൽ നാവിഗേഷൻസ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്ത് പാട്ടുകളോ കാര്യങ്ങളോ കണക്ട് ചെയ്ത് കാണിക്കാം. മൂന്നാമത്തെ മെയിൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ്സാണ്. സോ ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മോഡ്സ്. നോർമൽ മോഡാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമി റൈഡാണ്. അതൊരു 0 to 40 എക്കോണമിക് റൈഡാണ്. സോ അത് തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. അടുത്തത് സ്പോർട്ട് മോഡാണ്. മറ്റേ നോർമലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു പവർ വേരിയൻറ്റ് കിട്ടും സ്പോർട്സ് മോഡിൽ. സോ നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മോഡാണ്. ഈ ഹൈപ്പർ മോഡ് എന്നുള്ളത് ഒല S1 Proയിൽ മാത്രമാണ് ഹൈപ്പർ മോഡ് ഉള്ളത്. ആ ഒരു വേരിയൻറ്റിൽ, ബേസ് വേരിയൻറ്റിൽ ഹൈപ്പർ മോഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല, കാരണം യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ ഹൈപ്പർ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിച്ചു കൊണ്ടുപോകാന്ന് പറയില്ല നമ്മളെ ഇവിടെ നിന്ന് ഒരൊറ്റ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞൊരു മോഡലാണ് ഹൈപ്പർ മോഡൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി തന്നെ നിങ്ങൾ കാണാൻ പറ്റും കുതിര ചാടുന്ന പോലെ ചാടണം, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഹൈപ്പർ മോഡലിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നോർമലി നമ്മൾ ഹൈപ്പറിക്കിടാണ്, സ്പോർട്ട്, ഹൈപ്പർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇനീഷ്യൽ സ്പീഡിങ് കാണിച്ചു തരാം. അപ്പോൾ നോർമൽ നോക്കിക്കോളൂ. ഹൈപ്പർ മോഡിൻ്റെ ഒരു പവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം പെട്ടെന്നാണ് വണ്ടി നോർമൽ നമ്മുടെ പെട്രോൾ സ്കൂട്ടർ അപേക്ഷിച്ച് പെട്ടെന്നാണ് വണ്ടി നമ്മുടെ 70, 80, 90 പോണത്. സോ അതിൽ തന്നെ നോർമൽ മോഡലുണ്ട്. ഇപ്പോൾ നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, എക്കോണമി പവർ സേവിങ് മോഡ് ആ ഒരു ഓട്ടാണ്. അത് വെച്ചിട്ട് 2 പേരെ വെച്ചിട്ട് ഒരു കയറുന്ന വീഡിയോയും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നോർമൽ മോഡാണ് ഇട്ടേക്കുന്നത്. ഇതിൽ 2 പേര് ലോഡ് വെച്ചിട്ടുണ്ട്. നല്ല തന്നെ ഉള്ളൊരു കയറ്റാണ്. ജസ്റ്റ് കാണിച്ചു തരാം, കയറുമോ നോക്കാം. സോ ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓവറോൾ വരുന്നത്. ഇതിൻ്റെ ബാക്കിലെ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്, പാർക്കിംഗ് മോഡിൽ ഇട്ടേക്കണേ. ഇതിൽ നമ്മൾ ബാക്കിലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പണായി. പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അവൻ്റെ എല്ലാ വൃത്തിയോടും ഇതിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലപോലെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണം. കാരണം ഇപ്പോൾ സാധാരണ സ്കൂട്ടറിനെ അപേക്ഷിച്ച് തന്നെ വലിയൊരു ബൂട്ട് സ്പേസിലുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്കൂട്ടറാകുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിൽ തന്നെ കുറേ സ്പേസ് പോവും. ബട്ട് അതല്ല, അത്യാവശ്യം ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഇവൻ്റെ പാൻറ്റും ചട്ടയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എൻ്റെ എന്തൊക്കെയാണ് അത്. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ പാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സോക്കറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒല S1 Proൻ്റെ ഈ ലോഗോയിലുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ജസ്റ്റ് അതിന് സ്വിച്ചുകളൊന്നുമില്ല, ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിങ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു പവർ വേരിയൻ്റാണ്, ചാർജിങ് കണക്റ്റിൻ്റെ സ്പോട്ടാണ് വരുന്നത്.
ഗൈസ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത് നമ്മുടെ ഇവിടെയാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത്, 2 സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇവിടെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു സ്ലോട്ട് പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാട്ടും നല്ല അടിപൊളിയായിട്ട് റൈഡൊക്കെ കംഫർട്ട് ചെയ്ത് പോവാം. അത്യാവശ്യം നല്ല സ്പീക്കർ കേട്ടോ. ഞാൻ കുറച്ച് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നല്ല സ്പീക്കറാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വേരിയൻസും കാര്യങ്ങളും ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഇതാണ്. ഇതിൻ്റെ കുറച്ചും കൂടിയും ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടി നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസിങ് കൺട്രോളിംഗ് ഉണ്ട്. ഇപ്പോൾ ക്രൂസിങ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു 40 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 50 എനി സ്പീഡിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മളിത് ഈ ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്രൂസിങ് കൺട്രോളിംഗ് ആണ്. തന്നെ വണ്ടി ആക്സിലേറ്റർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന്, വണ്ടി ഇങ്ങനെ പോകും. പിന്നെ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വണ്ടി വീണ്ടും സ്ലോ ആവും. അടിപൊളി ഫീച്ചറാണ്. കാരണം വെച്ചാൽ നമുക്ക് ഹൈവേയിൽ പോകുമ്പോൾ ബെസ്റ്റ് ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നോർമലി എല്ലാം ഈ ഇലക്ട്രിക് സ്കൂട്ടറിലുള്ള പോലെ തന്നെ റിവേഴ്സാണ്. ഒന്നൊക്കെ ഈ സ്വിച്ച് കുറച്ച് മണി നേരം അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ റിവേഴ്സായിട്ട് വണ്ടി റിവേഴ്സായിട്ട് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. കാരണം ഇത് ഈ ബ്രേക്ക് മാത്രമല്ല, ചെറിയ വളവിലും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബ്രേക്കും കിട്ടണമെങ്കിൽ ഇത് നമ്മൾ സാധാരണ ഇങ്ങോട്ട് തിരിക്കുന്നതിന് പകരം ഇത് ഇങ്ങടേക്ക് ഒന്ന് തിരിച്ച് കാണാം. ഇത്രയും തിരിയും. ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്കിംഗ് ആണ്. സോ ഇതിങ്ങനെ നോക്കി തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി പതുങ്ങും. അപ്പോൾ ആ ഒരു ഫീച്ചറും കൂടി ഇതിലുണ്ട്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഇതിൽ മോഡുകളുണ്ട്. ഇപ്പോൾ ഇതിലൊരു എക്കോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പറയണത് 175 കിലോമീറ്ററോളം ഇത് ഒറ്റ ചാർജിൽ പോകുന്നതാണ്. എക്കോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45-ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് നോർമൽ മോഡല്ല, എക്കോ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 45-ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ആ ലെവലിൽ ഓടിക്കുകയാണെങ്കിൽ കമ്പനി 175 പറയുന്നുണ്ട്. പക്ഷേ ഞാനത് വെച്ച് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയേക്കണത് അറൗണ്ട് 150 to 160 വരെയാണ് എനിക്ക് കിട്ടിയേക്കണത്. നോട്ട് ബാഡ്, സീരിയസ്ലി കുഴപ്പമില്ലാത്തൊരു ഇതാണ് വരുന്നത്. പിന്നെ ഇതല്ല, നിങ്ങൾ ഹൈപ്പർ ഈ പറഞ്ഞ സാധനങ്ങൾ ഹൈപ്പർ സ്പോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ 7 പോലും കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ റേഞ്ചാണ് കിട്ടുക. ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ ജസ്റ്റ് ഒന്നേ ബ്ലൂടൂത്ത് പെയറിങ്ങിലും മ്യൂസിക്കും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം. എൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ റെസിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. വെയിറ്റ് ചെയ്യും, ഇപ്പോൾ കണക്ട് ചെയ്യാം. ഇപ്പോൾ മ്യൂസിക്കും കാര്യങ്ങളും എൻ്റെ സൗണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയാണ് എൻ്റെ സ്പീക്കർ വരുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു കിറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ വലിയ ഇതല്ല, നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ പെയറിങ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് കാണിച്ചു തരാം. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ഓണാണ്. മ്യൂസിക് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഇപ്പോൾ ട്രാക്ക് ഇട്ടിട്ടില്ല, ട്രാക്ക് ഇപ്പോൾ ഇടാം. വെയിറ്റ് കറോ എടാ ഏതെങ്കിലും പാട്ട് വെച്ചാ ജസ്റ്റ് സ്പീക്കർ ഏതെങ്കിലും പറഞ്ഞ വയ്ക്കണം, ഏതെങ്കിലും വയ്ക്കടാ. നന്നാ ആവേശത്തിൽ പാട്ട് വയ്ക്കുക. അതല്ലേ ഇപ്പോൾ ട്രെൻഡിങ്. ട്രാക്ക് ഓൺ ആയിട്ടില്ലേ? ഇപ്പോൾ ഓണാവും. കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വെള്ളം ലീക്കാവുന്ന ഇത് ആഡാണ് ഗൈസ്, കുഴപ്പമില്ല. വെച്ചു വീട്ടിലെത്തിക്കൂ ലീക്ക് പ്രൂഫ് ഗോദ്രേജ് എയർ കണ്ടീഷണർ. മനസ്സിരുത്തി നിർമ്മിച്ചത്. കേൾക്കാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഗായ്സ് അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഇതാണ് സ്പീക്കർ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതാണ് സൗണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പാണം സൈഡാണ്. സോ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. അതിൻ്റെ ഇത് തന്നെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്പീക്കറും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് പാർട്ടി വണ്ടി ആയിട്ടുണ്ട്. ഒന്നും കൂടി നെക്സ്റ്റ് ആയില്ല. ഇപ്പോൾ കുറച്ച് ഓഫ് കളിക്കാം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. സൗണ്ട് ഓക്കെ അല്ലേ ഇപ്പോൾ? ഗൈസ് ഇതാണ് അതിൻ്റെ ഹെഡ് ലൈറ്റ് വരുന്നത്. LED ആണ്, 2 ലൈറ്റാണ് വരുന്നത്. ഡിമ്മും റേറ്റും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഫൈൻ. എനിക്ക് എൻ്റെ യൂസിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സാണ്. ഒരു ബ്ലേഡ് പോലത്തെ ഒരു സ്ലൈസ് പോലത്തെ ഒരു ഇൻഡിക്കേറ്ററാണ് വരുന്നത്. സോ ബാക്കിലും സെയിം ഇൻഡിക്കേറ്റർ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടി മോഡേണാണ്, കാണാൻ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് അറിയാം, നോർമൽ സ്കൂട്ടർ പോലെ തന്നെ ബാക്ക് ഡിസ്ക്കാണ് വരുന്നത്. അതിൻ്റെ ഡിസ്ക് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഫുഡ് ഡസ്റ്ററാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എപ്പോഴും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെയായിട്ട് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഇപ്പോഴത്തെ വരുന്നത് മാറ്റേണ്ടെന്ന് തോന്നുന്നു. ഇത് 2023 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോക്ക് ഒബ്സർ ഒറ്റ ഷോക്ക് ഒബ്സറാണ് വരുന്നത്. സോ ഇതിൽ കമ്പനിയുടെ കുറേ അഗെയിൻസ്റ്റ് വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ. വണ്ടി ചാടുമ്പോൾ ഒടിഞ്ഞു പോവുക, ആ ഐറ്റംസ് കണ്ടിട്ടുണ്ട്.
അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രോബ്ലംസ് കാര്യം തോന്നിച്ചിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കട്ടറി ആടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല ഷോക്ക് അബ്സോർബ് അല്ല അത്. കട്ടറി ആടുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് എനിക്കും ഡിപ്പെൻഡ്ലി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ വരുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് നല്ലതും പൊട്ടയായ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുതരാം. പെട്ടെന്ന് കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ മെയിൻ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ കാരണം ഇത് ചൂസ് ചെയ്യണു. പെട്രോൾ വണ്ടിയെ അപേക്ഷിച്ച് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ചാണ്. കാരണം ഡെയിലി ഒരു 30, 40, 50, 70 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്കാണെങ്കിൽ പെട്രോളിനെ അപേക്ഷിച്ച് ഇതിൽ ഇലക്ട്രിക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില ദിവസം തോറും വില വർദ്ധിച്ച് വരികയാണ്. സോ അതിനപേക്ഷിച്ച് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ചാൽ അത്യാവശ്യം ഫാമിലി വണ്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഓപ്ഷൻ. കാരണം എല്ലാവരും ഈ കാര്യം ചൂസ് ചെയ്യാം. വൈ ചൂസ് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് പറയുന്നത് ഇതാണ് വരുന്നത്. അതിൻ്റെ ഇലക്ട്രിക്കാണ്, റേഞ്ച് കൂടുതലാണ്. രണ്ടാമത്തെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൊല്യൂഷൻസോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് മറ്റേ പെട്രോൾ എഞ്ചിനൊന്നുമല്ല, ഇലക്ട്രിക് ആയതുകൊണ്ട് പ്യുവർലി എക്കോ ഫ്രണ്ട്ലി ആണ്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിൽ ഒരു 4 മോഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. 4 മോഡുണ്ട്. സൗണ്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലിപ്പോൾ നോർമലി എനിക്ക് മ്യൂട്ട് ചെയ്ത് ഓടിക്കാനാണ് ഇഷ്ടം. കാരണം കല സൗണ്ടൊന്നുമില്ല. മ്യൂട്ട് ചെയ്ത് ഓടിക്കുകയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇതിൽ 4 മോഡുകളുണ്ട്. അതിലപേക്ഷിച്ച് തിരിക്കുകയാണെങ്കിൽ സൗണ്ട് ഫേക്കായിട്ട് സ്പീക്കർ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ സിസ്റ്റം വെച്ചിട്ട് സൗണ്ട് നമുക്ക് ട്രിന്ന് കൂട്ടി വയ്ക്കാം. സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ലൗഡല്ല, നോർമൽ തന്നെയാണ് വരുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഒന്നാമത്തെ മെയിൻ ഒരു നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പെട്രോൾ വണ്ടി പോലെ തന്നെ ഇതിൽ ഓയിൽ മാറ്റണം, എയർ ഫിൽറ്റർ മാറ്റണം, ആ പരിപാടി ഒന്നുമില്ല. ചാർജ് ചെയ്യുക ഓടിക്കുക. കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടയർ മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു ലെവൽ മാത്രമാണ് ഈ വണ്ടിക്കുള്ളൊരു മൂന്നാമത്തെ വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനപേക്ഷിച്ച് വലിയൊരു ഓപ്ഷൻ. ഇതിൻ്റെ കുറച്ച് പോരായ്മകൾ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പോരായ്മ ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. നമുക്ക് പെട്രോൾ ലാഭിച്ച് ഓടിക്കാൻ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഇതിൻ്റെ വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് മൂന്നാർക്കോ, എൻ്റെ ഇവിടെ നിന്ന് അത്യാവശ്യം മൂന്നാർക്ക് ഒരു 100-200 കിലോമീറ്റർ 150 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഒറ്റയടിക്ക് മൂന്നാർക്കോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ലോങ് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അവിടെ EV ചാർജിങ് സ്പോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പെടും. മനസ്സിലായോ? ഹൈ റേഞ്ചൊന്നും ഇത് ഓടിക്കാൻ പറ്റില്ല. ഓടിച്ച് വിടുകൊണ്ട് പോകണമെങ്കിൽ ബോംബെയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. കാരണം അത് നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്യണം. ഏതൊക്കെ EV സ്റ്റേഷൻസ് അടുത്തുണ്ട് അങ്ങനെ നോക്കിയിട്ട് ഓടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ നെഗറ്റീവും ഏറ്റവും വലിയ ഗുണവും ഈ വണ്ടിയുടെ. ഓവറോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. ബോഡി ഫുള്ളും ഫൈബറാണ്. അപ്പോൾ വെയ്റ്റ്ലെസ് ആണ്, ഫൈബറാണ്. പക്ഷേ എൻ്റെ പ്രശ്നം പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് പെയിൻറ്റ് പെട്ടെന്ന് ഫെയ്ഡായി തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പെയിൻറ്റ് ഫെയ്ഡിങ്. പിന്നെ ക്വാളിറ്റി ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആണെങ്കിലും പെയിൻറ്റ് ജോബിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റാൻഡിൻ്റെ ആണെങ്കിലും വലിയൊരു ക്വാളിറ്റി പറയാൻ പറ്റില്ല. ഭയങ്കര മോശം ക്വാളിറ്റി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഫൈൻ ആ ഒരു ക്വാളിറ്റിയാണ് ഇതിലുള്ളത്. പിന്നെ നെഗറ്റീവ് അല്ല പറയാം. ഇതിൻ്റെ ചാർജിങ് അവേഴ്സ് ഫുൾ ചാർജ് ചെയ്ത് തോന്നുന്നത് 5.5 മണിക്കൂറാണ് ചാർജിങ് അവേഴ്സ് വരുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് ലോങ് പോവാണ്, ഒരു EV സ്റ്റേഷനിൽ എത്തണം, അവിടെ ഒരു ഫുൾ ചാർജ് ആവണമെങ്കിൽ ഒരു 5 മണിക്കൂർ വേണം. ഫുൾ ചാർജ് 0 to ആട്ടാൻ പറയണം ഫുൾ ചാർജ് ആവണമെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് അല്ല. ലൈക്ക് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ബാറ്ററി അത്രയും കപ്പാസിറ്റിൻ്റെ അത്ര ഓടുന്നതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓൾറെഡി ഇതിൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ വണ്ടിയുടെ EVക്ക് ഫാസ്റ്റ് ചാർജിങ് പോർട്ടുകളുണ്ട്, കുറ്റികളുണ്ട് നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും. പക്ഷേ അത് ഡിസ്ട്രിക്റ്റിൽ 1 or 2 മാത്രമേ ഉള്ളൂ, അധികം എല്ലായിടത്തും ഇല്ല. സോ ഫാസ്റ്റ് ചാർജിങ് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ പോയി അതും അവിടെ തിരക്കായിരിക്കും. കാരണം അവിടെ 1-2 പോർട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളൂ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഈ വണ്ടിക്ക് ഉണ്ട്. മേ ബി ഫ്യൂച്ചറിൽ മാറാം. ഫ്യൂച്ചറിൽ എന്തായാലും എല്ലാം EV ആയിരിക്കും എല്ലാം വരിക. കാറും കാര്യങ്ങളൊക്കെ എല്ലാം EV ആയിട്ടായിരിക്കും വരിക. കാരണം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. പക്ഷേ വാങ്ങണ മെയിൻ്റെനൻസ് ഉണ്ടാവും. ആ വാങ്ങണ മെയിൻ്റെനൻസ് നിങ്ങൾ ഓടിക്കുമ്പോൾ ഉണ്ടാവില്ല. അത് മറ്റുള്ള പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ലാഭമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റായിട്ട് ഒരു നെഗറ്റീവ് പോലെ പറയാനാണെങ്കിൽ ഇതിൻ്റെ ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരൊറ്റ കുറ്റി പോലെയാണ്. സോ കട്ടറി ആടുമ്പോൾ നമുക്ക് കയ്യിൽ അടി വരും, കടകടകടാന്ന് അടി വരും. അതെനിക്ക് തോന്നിച്ചാണ്, എൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നിച്ചെന്നറിയില്ല, എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും. ഗുഡും ബാഡും ഇതൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഞാൻ ഫൈനൽ ലാസ്റ്റ് കൂടി പറയാം. ഇതിനിടയ്ക്കിടയ്ക്ക് ഒരു ബഗ് വരും. ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിച്ചുകൾ വരും. ഇത് ടച്ച് സ്ക്രീൻ ഭയങ്കര നല്ല സൂപ്പർ ടച്ച് സ്ക്രീൻ ഒന്നും അല്ലട്ടോ. കാരണം നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് വേണം നിൽക്കാൻ. നമ്മുടെ ഈ 60 റിഫ്രഷ്മെൻറ്റ് റേറ്റൊന്നുമല്ല, അതൊന്നുമല്ല. നോർമൽ എത്ര കാണുമ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതാണോ ഇതിൻ്റെ ഹാങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഹാങ് ആയിരിക്കും വരിക. ഇൻ കേസ് ചിലപ്പോൾ സാധനം ഹാങ് ആവും. ഹാങ് ആയി കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യണം. റീബൂട്ട് ചെയ്താലാണ് പിന്നെ വണ്ടി ശരിയാവുള്ളൂ. ചെറിയ ബഗ്സും കാര്യങ്ങളാണ്. അത് ഓരോ അപ്ഡേഷനിൽ അവർ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷന് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകണമെന്ന് വിചാരിക്കും, നടക്കില്ല. ഇത് ഓണാക്കി ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഇത് വരും. ടക്ക് പാസ്വേഡ് അടിക്കുക. ഉദാഹരണം കാണിച്ചു തരാം. പാസ്വേഡ് ഇങ്ങനെ അടിക്കുക, അത് ഓണാക്കി വരുമ്പോൾ അതും ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. പെട്ടെന്ന് ചാടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉള്ളത്. ഗായ്സ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, ഓവറോൾ റിവ്യൂ എന്നൊക്കെ പറയണത്. സോ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വണ്ടി എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓപ്ഷൻസും ഉണ്ട്, പൊട്ട ഓപ്ഷൻസും ഉണ്ട്. എല്ലാ കാര്യവും നല്ലതും പൊട്ടേ ഉണ്ടാവില്ല. സോ എല്ലാവരും ഓവറോൾ എൻ്റെ വീഡിയോ കാണാം. എന്തെങ്കിലും മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ഇടാം, തെറി ഒഴിച്ച് ബാക്കിയെല്ലാം കമൻറ്റ് ഇടാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി, എൻ്റെ അടുത്ത വീഡിയോസിൽ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലിട്ട് നമുക്കത് നോക്കിയിട്ട് റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.